അതിന് അപ്പോൾ നിങ്ങൾ ഒരേ ഒരു ദിവസത്തിൽ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ പറയുന്നു ഞാൻ CPM-നെ സന്തോഷിപ്പിച്ചു, ഒരേ ദിവസത്തിൽ വേറെ കമന്റ് BJP സന്തോഷിപ്പിച്ചു. ഞാൻ ജനങ്ങളുടെ പേരിൽ ഞാനൊരു കേരളീയനായിട്ടും ഒരു ഭാരതീയരായിട്ടും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ അർത്ഥം തീരെയല്ല ഞാനൊരു രാഷ്ട്രീയ എൻഡോഴ്സ്മെന്റ് നടത്തിയെന്ന്. ഒരിക്കലുമില്ല. ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു. അതിനൊപ്പം തെറ്റ് വന്നാലോ എനിക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഞാൻ പറയാൻ അതിന്റെ സ്വാതന്ത്ര്യം ഞാൻ എടുത്തു വെക്കുന്നു. ഒരു പ്രശ്നവുമില്ല. അവരെല്ലാവർക്കും അവകാശം. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഞാൻ പാർട്ടിയുടെ വക്താവല്ല, ഒഫീഷ്യൽ സ്പോക്സ്മാൻ അല്ല. ഞാൻ സംസാരിക്കുന്നത് ഒരു വ്യക്തിയായിട്ടാണ്. അതുമാത്രമല്ല, ഞാൻ ആ മോദിയുടെ സർക്കാർ ചെയ്ത കാര്യത്തിന്റെ കമന്റ് ഞാൻ പറഞ്ഞു. ഞങ്ങൾ എന്തായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഒരു ബ്രീഫിംഗ് കാത്തിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ ബ്രീഫിംഗ് വരട്ടെ. അപ്പോൾ നമ്മൾ കമ്മിറ്റിയിൽ പിന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ, ഫോറിൻ സെക്രട്ടറിയും കൂടി വരും. അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് നമുക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം. അതാണ് നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി നോക്കും. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും, വിദേശ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരൊറ്റ ചിന്തയെ മനസ്സിൽ പാടുള്ളൂ. അത് ഭാരതത്തിന്റെ നാഷണൽ ഇൻട്രസ്റ്റ്, നമ്മളുടെ ഭാരതീയ താല്പര്യം എന്താണ്, അതാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ വീണ്ടും രാഷ്ട്രം കണ്ടിട്ട് കാര്യമില്ല. അവസാനത്തിൽ നമ്മൾ ഭരിക്കുകയാണോ വേറെ വല്ലവരും ഭരിക്കുകയാണെങ്കിലും നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണം. നമ്മളുടെ പൗരന്മാരുടെ ആവശ്യങ്ങളെ കുറിച്ച് വേണ്ടി നമ്മൾ നിൽക്കണം. ഇതിലെല്ലാറ്റിലും ഞാൻ ഈ 15-16 വർഷം കൺസിസ്റ്റന്റായി നിന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കത് വിവാദം ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. പക്ഷെ ഞാൻ പറയണത് എനിക്ക് ഒരു വേരിയേഷനും ഇല്ല. ഞാൻ എപ്പോഴും കാര്യങ്ങൾ കാണുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും. അത് എന്റെ അഭിപ്രായം ചോദിക്കാതിരിക്കായിരിക്കും നല്ലത്, നിങ്ങൾ വിവാദം വേണ്ടെങ്കിൽ.